കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് സന്ധ്യാസമയത്തൊരു ചെറിയ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യമാണ്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ അവിടെ പറയുകയാണ്, മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിന് യേശു കർത്താവിനെ പറ്റിയുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി മരിക്കണം, അടക്കപ്പെടണം, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത്. എന്നാൽ ആ പദ്ധതിയെ നടപ്പിലാക്കാതിരിക്കുവാൻ യേശു കർത്താവിനെ അധർമ്മികൾ ക്രൂശിന്മേൽ ക്രൂശിച്ച് മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവർ ചെന്നിട്ട് പിന്നെ പറയുകയാണ്, യജമാനെ, ആ ചതിയൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കും എന്ന്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശിഷ്യന്മാരെന്ത് ചെയ്യും? അവനെ 3 ദിവസം കഴിഞ്ഞ് അവൻ്റെ ശവം മോഷ്ടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് കള്ളക്കഥ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇതാ പിലാത്തോസ് കൽപ്പന കൊടുക്കുകയാണ്. അവരോട് പറയാണ്, ഞാൻ കാവൽക്കൂട്ടത്തെ തരാം, നിങ്ങളാൽ ആകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിനെന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിനെ മുദ്ര വെച്ചു. ഹല്ലേലൂയ, കാവൽക്കൂട്ടത്തെ നിർത്തി. ഇതാ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരാതിരിക്കുവാൻ അവർ ചെയ്ത കാര്യം, കാവൽ പട്ടാളത്തിൽ നിർത്തി. മാത്രമല്ല, ആ കല്ലറയിൽ ഒരു കല്ല് വെച്ച് റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്ര വെച്ചുകൊണ്ട് മുദ്ര വെക്കുവാനിടയായിത്തീർന്നു. അവർ ചിന്തിച്ചത്, ഈ പട്ടാളങ്ങളും ഈ മുദ്രയും ഉള്ളതുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരത്തില്ല എന്നായിരുന്നു. അല്ലെങ്കിൽ ആ റോമ ഗവൺമെൻറ്, അല്ലെങ്കിൽ ആ പടയാളികൾ, അല്ലെങ്കിൽ ആ മഹാപുരോഹിതന്മാർ ചിന്തിച്ചത്. സ്തോത്രം. എന്നാൽ നമുക്കറിയാം, 3-ാം ദിവസം ഹല്ലേലൂയ 1 കൊരിന്ത്യർ ലേഖനം 5:15-20 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചോടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ലോകക്കാർ ഹല്ലേലൂയ അവൻ പുറത്തു വരാതിരിക്കുവാൻ കാവൽക്കൂട്ടത്തെ വെച്ചു, മുദ്ര വെച്ചുവെങ്കിൽ ഇതാ 3-ാം ദിവസം ക്രിസ്തു നിദ്ര കൊണ്ടവരുന്ന ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 55-ാം വാക്യത്തിൽ പറഞ്ഞു, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുവാനിടയായിത്തീർന്നു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, ഹല്ലേലൂയ, മരണം അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് യേശു കർത്താവ് 3-ാം ദിവസം എഴുന്നേറ്റ് വരണം എന്നുള്ളത്. എന്നാൽ അതിനെ തടയുവാൻ ലോകത്തിലെ ഏതൊക്കെ ശക്തികൾ നോക്കിയെങ്കിലും അവരെ കൊണ്ട് കഴിഞ്ഞില്ല. 3-ാം ദിവസം ഉയർപ്പിൻ്റെ ശക്തി അവൻ്റെ മേൽ വ്യാപരിച്ച് അവൻ കല്ലറയിൽ നിന്ന് പുറത്തു വരുവാനിടയായിത്തീർന്നു. പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ദൈവം അവനെ ഒരുക്കിയെടുത്തു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിന്നെക്കുറിച്ചൊരു ദൈവിക പദ്ധതി ഉണ്ടെങ്കിൽ, കർത്താവിനൊരു ഉദ്ദേശമുണ്ടെങ്കിൽ, അതിനെ തടയുവാൻ ഏതൊക്കെ മുദ്രകളുണ്ടെങ്കിലും, ഏതൊക്കെ ഗവൺമെൻറ് പ്രതിസന്ധികളുണ്ടെങ്കിലും, ആരൊക്കെ ശത്രുവാൻ കാവൽക്കൂട്ടത്തെ വെച്ചാലും ഉയർപ്പിൻ്റെ ശക്തി വ്യാപരിച്ച് ആ പ്രയാസത്തിൽ, ആ ബന്ധനത്തിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പുറത്തു വരുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിയാണ് 3-ാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരണം എന്നുള്ളത്. ഈ ദിവസങ്ങളിൽ നിന്നെപ്പറ്റിയൊരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നീ ദിവസങ്ങളിൽ പ്രയോജനപ്പെടണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ തടയുവാൻ ഏത് ശക്തികൾ വ്യാപരിച്ചാലും, ഏത് ദുഷ്ടപൂരുകൾ ചിന്തിച്ചാലും അത് നടക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും, കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെടും. ചില വിടുതലുകൾ ഈ ദിവസങ്ങളിൽ കാണും, ചില അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ കാണും. ഈ ദിവസങ്ങളിൽ അതിനായി ഈ ദിവസം ഒരുങ്ങാം. ഈ വചനങ്ങളായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.